മനുഷ്യരെ പിടിക്കുന്നവരും മീനെ പിടിക്കുന്നവരും. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പകുതിയോ അതിലധികമോ ആളുകൾ മീൻപിടുത്തക്കാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെക്കുറിച്ച് അത് വ്യക്തമായി സുവിശേഷങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മീൻ പിടിക്കുന്നവരെ നോക്കിയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മീൻപിടുത്തത്തിലും മനുഷ്യരെ പിടിക്കുന്ന സുവിശേഷകന്മാരിലും പൊതുവെ കാണുവാൻ കഴിയുന്ന ചില സാമ്യങ്ങളും ചില വ്യത്യാസങ്ങളും നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. മീൻപിടുത്തക്കാർ അധ്വാനിക്കുന്നവരാണ്. മനുഷ്യരെ പിടിക്കുന്ന സുവിശേഷകന്മാർ വളരെ അധ്വാനിക്കുന്നവരായിരിക്കണം. കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച എല്ലാവരെയും നമ്മൾ നോക്കിയാൽ അവരൊക്കെ അധ്വാനിക്കുന്നവരായിരുന്നു. മോശയെ വിളിക്കുന്നത് താൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ, ശൗല് രാജാവാകുവാനുള്ള അഭിഷേകം കിട്ടുന്നത് അപ്പൻ്റെ നഷ്ടപ്പെട്ട കഴുതകളെ അന്വേഷിച്ച് യാത്ര ചെയ്തപ്പോഴാണ്. രാജാവാകുവാനുള്ള അഭിഷേകം ദാവീദിന് കിട്ടുന്നത് അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഏലിശയ്ക്ക് ആദ്യം പ്രവാചക വിളി കിട്ടുന്നത് 12ാമത്തെ ജോഡി കാളയോട് ചേർന്ന് നിലം ഉഴുതുകൊണ്ടിരുന്നപ്പോൾ. ആമോസിനെ ദൈവം വിളിക്കുന്നത് കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ടിരുന്നപ്പോൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസിനെയും അന്ത്രയോസിനെയും വിളിക്കുന്നത് മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ. യാക്കോബിനെയും യോഹന്നാനെ വിളിക്കുന്നത് മീൻപിടുത്തത്തിന് ശേഷം വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ. മത്തായെ വിളിക്കുന്നത് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പൗലോസിനെ കർത്താവ് വിളിക്കുന്നത് അവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ജോലി ഉത്സാഹത്തോടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. കാര്യം തെറ്റായ ജോലിയാണെങ്കിലും ഉത്സാഹത്തോടെയായിരുന്നു ചെയ്തത്. ഉത്സാഹികളെ, അധ്വാനിക്കുന്നവരെ ആണ് കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചതായി നാം മിക്കപ്പോഴും കാണുന്നത്. ദൈവദാസന്മാർക്ക്, സുവിശേഷകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ഗുണമാണ് അധ്വാനം, ഉത്സാഹം. അധ്വാനിക്കുന്നവരുടെ കൈയാണ് ആത്മീയ സമ്പത്ത് ഉണ്ടാക്കുന്നത്. അധ്വാനിക്കുക. രണ്ടാമത്തെ പ്രത്യേകത, മീൻപിടുത്തക്കാർ ഏറ്റവും അനുയോജ്യമായ സമയത്താണ് മീൻപിടുത്തത്തിനായി പോകുന്നത്. രാത്രികാലങ്ങൾ അനുയോജ്യമായതുകൊണ്ട് അവർ രാത്രിയിൽ മറ്റുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ അവർ മീൻപിടുത്തത്തിനായി പോകുന്നു. ഓരോ ദേശങ്ങളിലും സുവിശേഷം അറിയിക്കുവാൻ പറ്റിയ സമയങ്ങൾ, അനുയോജ്യമായ സമയങ്ങൾ ആത്മാവിൽ നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ചൂടുകൾ വെക്കണം. സമയങ്ങളെ നന്നായി ഉപയോഗിക്കുന്നവനായിരിക്കണം സുവിശേഷകൻ. അവസരങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തുക. ദൈവാത്മാവിൻ്റെ നിയോഗവും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനം, ബുദ്ധി ഇവ നാം ഉപയോഗിക്കുമ്പോൾ നല്ല അവസരങ്ങളെ കണ്ടെത്തുവാൻ കഴിയും. ചില സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ പോകരുത് എന്ന് പൗലോസിനെ ദൈവാത്മാവ് വിലക്കി. പൗലോസ് ആ സമയത്ത് അവിടേക്ക് പോയില്ല. എന്നാൽ പിന്നത്തേതിൽ ആത്മാവിൻ്റെ നിയോഗത്തോടെ അവിടേക്ക് പോവുകയും വലിയ ഉണർവ് കാണുകയും ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് പൗലോസിനോട് പറഞ്ഞു, നീ കുറച്ചു കാലം കൂടി ഇവിടെ പാർക്കുക. അപ്പോൾ പൗലോസ് അവിടെ പാർത്തില്ല. എന്നാൽ പിന്നത്തേതിൽ പോയപ്പോൾ വലിയ ആത്മീയ ചലനം ഉണ്ടായിട്ടുണ്ട്. സമയം, അത് നാം തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം, എവിടെ മീനുണ്ടോ അവിടേക്കാണ് മീൻപിടുത്തക്കാർ പോകുന്നത്. സുവിശേഷകന്മാരും അവർ ആത്മാക്കളെ ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് പോകണം. സുവിശേഷം അറിയുവാനുള്ള ഇടങ്ങളിൽ, ഇനിയും കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിൽ, നിത്യ സ്വർഗത്തിന് വേണ്ടി ആളുകളെ വിടുവിക്കേണ്ടതിനായി, നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിനായി നാം അവിടേക്കാണ് പോകേണ്ടത്. ആളുകളെ ലഭിക്കുന്ന ഇടങ്ങളിലേക്ക്. പ്രത്യേക ചാകരയുള്ള സമയമൊക്കെ മീൻപിടുത്തക്കാർ തിരിച്ചറിയും. ഇതുപോലെ സമയങ്ങളെ തിരിച്ചറിഞ്ഞ്, സ്ഥലങ്ങളെ തിരിച്ചറിഞ്ഞ് നാം പോകണം. നാലാമത്തെ കാര്യം, മീൻപിടുത്തക്കാർ അവർ ജലാശയങ്ങളിൽ നിന്ന്, സമുദ്രങ്ങളിൽ നിന്നാണ് മീൻ പിടിക്കുന്നത്. മീനെ പിടിച്ച് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ബോട്ടുകളിലേക്കോ വള്ളങ്ങളിലേക്കോ ചെന്നല്ല, മറ്റുള്ളവരുടെ മീനെ അല്ല അവർ പിടിക്കുന്നത്, സമുദ്രങ്ങളിലേക്ക് ചെന്നാണ്. നമ്മയും ദൈവം വിളിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിലായിരിക്കുന്ന, മറ്റൊരിടത്ത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ജീവിതങ്ങളെ വിളിക്കാനല്ല, അവരെ പിടിക്കാനല്ല. ചെറിയ ചെറിയ സഭകളെ വിഴുങ്ങുന്ന ചില മെഗാ ചർച്ചുകൾ നമ്മുടെ ഇടയിലുമുണ്ട്. ഈ ലോകത്തിൽ പുറത്ത് ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ കിടക്കുകയാണ്. അവരുടെ അടുക്കിലേക്കാണ് നാം പോകേണ്ടത്.
ഏതെങ്കിലും സഭ ദുരുപദേശത്തിലേക്ക് പോകുന്നെങ്കിൽ, ഏതെങ്കിലും സഭയിൽ ആത്മീയ വളർച്ച നടക്കാതെ മുരടിപ്പാണ് നടക്കുന്നതെങ്കിൽ അവിടം വിട്ടുപോരുന്നവരെ നാം സ്വീകരിക്കണം. എന്നാൽ നമ്മുടെ ലക്ഷ്യവും വാഞ്ചയും എപ്പോഴും പുതിയ ജീവിതങ്ങളായിരിക്കണം. അഞ്ചാമത്തെ കാര്യം, മീൻപിടുത്തക്കാർ വ്യത്യസ്ത വിധങ്ങൾ, രീതികൾ ഉപയോഗിക്കാറുണ്ട്. നാമും സുവിശേഷ വേലയ്ക്ക് വ്യത്യസ്ത വിധങ്ങൾ, രീതികൾ ഉപയോഗിക്കണം. ചൂണ്ടയിടും, വലവീശും, വള്ളങ്ങളിൽ പോകും, ബോട്ടുകളിൽ പോകും, ആധുനിക യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കും. ഒരേ ലക്ഷ്യമേ ഉള്ളൂ, നല്ല മീനുകളെ പിടിക്കുക. ഇതുപോലെ നമുക്ക് മെത്തേഡുകൾ മാറ്റാം, മെസ്സേജ് ഒന്ന് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പങ്കുവച്ചു. അവരെ പാപത്തിൽ നിന്ന്, നരകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, സാത്താന്യ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് നിത്യ സ്വർഗത്തിന് അവകാശികളാക്കി തീർത്ത് ക്രിസ്തുവിൽ വളർത്തിയെടുക്കുക. ആ ലക്ഷ്യത്തിൽ വിധങ്ങൾ മാറിയാലും നമ്മുടെ ഉദ്ദേശങ്ങൾ മാറാതെ, സന്ദേശം മാറാതെ നാം ആളുകളെ കർത്താവിനായി നേടണം. ഏഴാമത്തെ കാര്യം, വലകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ നന്നാക്കുന്നവരായിരിക്കണം. യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് വിളിക്കുമ്പോൾ അവർ വല നന്നാക്കിക്കൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. നാം എപ്പോഴും ദൈവത്തിൻ്റെ വേലയിലായിരുന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ തകർച്ചകൾ വരാതിരിക്കുവാൻ, നമ്മുടെ സുവിശേഷീകരണ വിധങ്ങൾ, ശുശ്രൂഷ ശൈലികൾ അത് കേട് പറ്റി ശുശ്രൂഷയിൽ കുറവ് വരാതിരിക്കാൻ ദൈവത്തിന് സന്നിധിയിൽ സമയങ്ങളെ ചെലവഴിച്ച് പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി, വചനപഠനത്തിനായി, ഉപവാസത്തിനായി ഒക്കെ സമയം ചെലവഴിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ, കൃപാവരങ്ങളെയൊക്കെ നാം ഒരുക്കിയെടുക്കണം, മിനുക്കിയെടുക്കണം. ഉപകരണങ്ങളെയൊക്കെ മൂർച്ചയുള്ളതാക്കണം, ആത്മീയ ഉപകരണങ്ങളെ മൂർച്ചയുള്ളതാക്കണം. അങ്ങനെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ താലന്തുകൾ, അതിനെ നാം ശുദ്ധീകരിച്ച് മൂർച്ചയുള്ളതാക്കി എപ്പോഴും വെക്കണം. മറ്റൊരു കാര്യം, നാം വല വീശുമ്പോൾ അരുതാത്തതും ആവശ്യമില്ലാത്തതും ഒക്കെ കയറും. മീൻപിടുത്തക്കാർ അവർ ചെയ്യുന്നത്, വല വലിച്ചു കയറ്റുമ്പോൾ ആവശ്യമില്ലാത്ത അഴുക്കുകളും പ്രയോജനമില്ലാത്ത ജീവികളെയൊക്കെ തിരിച്ചങ്ങ് എറിഞ്ഞു കളയും. ഇതുപോലെ നാം സുവിശേഷത്തിൻ്റെ വല വീശുമ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ കയറും. എല്ലാം സഭയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ദൈവം കണ്ടിട്ടില്ലാത്തതിനെ സഭയിൽ കൊണ്ടുവന്നാൽ അത് ഉള്ള വിശ്വാസികൾക്ക് കൂടെ കേടാണ്. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നതിന്, ദൈവം തിരഞ്ഞെടുത്തതിന്, രക്ഷയുടെ സന്തോഷം പ്രാപിച്ചവരെ, രക്ഷാ നിർണയമുള്ളവരെ, അവരെ കർത്താവ് സഭയോട് ചേർക്കേണ്ടതിനായി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാത്തതൊക്കെ ഒഴിഞ്ഞു പോകുവാൻ ദൈവം ഇടവരുത്തും. മറ്റൊരു കാര്യം, പൂർണ്ണത ഒരു മീൻപിടുത്തക്കാരനും പ്രതീക്ഷിക്കാറില്ല. വീട്ടിൽ കറി വെക്കത്തക്ക നിലയിൽ, വറക്കത്തക്ക നിലയിൽ എനിക്ക് മീനെ കിട്ടണമെന്ന് ഒരു മീൻപിടുത്തക്കാരനും വാശി പിടിക്കാറില്ല. അത് നടക്കുകയില്ല. ചെതുമ്പലെല്ലാം കളഞ്ഞ്, വാലൊക്കെ കളഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട മീനെ ഒരു മീൻപിടുത്തക്കാരനും കടലിൽ നിന്ന് കിട്ടാറില്ല. സുവിശേഷകന്മാരും നിർബന്ധം പിടിക്കാൻ പാടില്ല. പരിപൂർണരായെങ്കിലേ അവരെ ഞാൻ എടുക്കുകയുള്ളൂ, ആരാധിക്കുവാൻ പാടുള്ളൂ, സഭയിൽ വരുവാൻ പാടുള്ളൂ എന്ന നിബന്ധന നമ്മുടെ സഭകൾ വെക്കുന്നത് വലിയ അബദ്ധമാണ്. രക്ഷയുടെ സന്തോഷം പ്രാപിച്ചവർ സഭയിൽ വരുവാൻ, കൂട്ടായ്മയിൽ പങ്കുകൂടുവാൻ, സഭായോഗങ്ങളിൽ പങ്കുകൂടുവാൻ നാം അനുവദിക്കണം. പൂർണ്ണരാക്കേണ്ട ജോലി അത് ഒരു നിമിഷം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. നമ്മളെപ്പോലെ വസ്ത്രം ധരിക്കണം, നമ്മളെപ്പോലെ എല്ലാ ജീവിതശൈലികളും ആയിരിക്കണം എന്ന നിർബന്ധം പിടിക്കുവാൻ നമുക്ക് വ്യവസ്ഥയില്ല. വചനം കേട്ടുകൊണ്ട് കൂട്ടായ്മയിൽ പങ്കുകൂടി, ആരാധനയിൽ പങ്കുകൂടി, തിരുവെഴുത്തുകളെ തിരിച്ചറിയുമ്പോൾ പരിശുദ്ധാത്മാവിൽ പരിവർത്തിക്കുകയും വേണ്ടതായ മാറ്റങ്ങൾ കർത്താവ് നൽകുകയും ചെയ്യും. ക്രമേണ പടിപടിയായി ദൈവർക്ക് രൂപാന്തരം വരുത്തും. പൂർണ്ണതയുള്ളവരെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു തലത്തിലേക്ക് പോയാൽ സഭയുടെ വളർച്ച എണ്ണത്തിൽ മുരടിക്കും. അത് എല്ലാ സഭാമേഖലകളെ, ശുശ്രൂഷ മണ്ഡലങ്ങളെ ബാധിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പൂർണ്ണതയല്ല ആദ്യം നോക്കേണ്ടത്. രക്ഷയുടെ വാഞ്ചയോടുകൂടെ രക്ഷകനെ സ്വീകരിച്ചുവെങ്കിൽ രക്ഷയുടെ സന്തോഷത്തോടുകൂടെ, രക്ഷയുടെ ഉറപ്പോടുകൂടെ അവർ സഭയുടെ യോഗങ്ങളിൽ പങ്കെടുക്കട്ടെ. സഭയുടെ ആത്മീയ കാര്യങ്ങളിൽ അവർ സജീവമായി തീരട്ടെ. ദൈവം അവരിലെ, പരിശുദ്ധാത്മാവരിലെ മാറ്റം വരുത്തും.
മറ്റൊരു കാര്യം വ്യത്യാസമാണ്. സാധാരണ മീൻപിടുത്തക്കാർ മീനെ പിടിക്കുന്നത് അവർ കഴിക്കുവാനോ വിൽക്കുവാനോ ഒക്കെയാണ്. നാം ആളുകളെ നേടുന്നത് വിൽക്കുവാനല്ല, വിൽപ്പന ചരക്കാക്കുവാനല്ല. എല്ലാ ദൈവദാസന്മാരും തിരിച്ചറിയേണ്ട കാര്യമാണ്. വിശ്വാസികളെ പിഴിഞ്ഞെടുത്ത് ജീവിക്കുവാനല്ല ദൈവം തൻ്റെ ദാസന്മാരെ വിളിച്ചിരിക്കും. കൂട്ടായ്മയുടെ വലങ്കയും ഓഹരിയും ഒക്കെ അവർ തന്നിരിക്കും. എന്നാൽ ഒരു ദൈവദാസനും വിശ്വാസികളുടെ നന്മകളെ, അവരുടെ ഭൗതിക സമ്പത്തുകളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഏതെങ്കിലും ട്രിക്കുകൾ ഉപയോഗിച്ചോ അല്ലാതെ ഒന്നും വാങ്ങിക്കൂട്ടുവാൻ അനുവാദമില്ല. കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് നാം ഓർക്കണം. മീൻപിടുത്തക്കാരിൽ നിന്ന് എടുക്കുവാൻ കഴിയുന്ന ഈ ശ്രേഷ്ഠ പാഠങ്ങൾ നമ്മുടെ സുവിശേഷീകരണ മണ്ഡലങ്ങളിലെ സുവിശേഷ മേഖലയിൽ നാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ അന്ത്യകാലത്ത് കുറച്ചുകൂടെ പ്രയോജനമുള്ള, ദൈവത്തിന് പ്രയോജനമുള്ള കുറേയധികം ആത്മാക്കളെ, മനുഷ്യരെ നേടുന്ന നല്ല സുവിശേഷകരായി തീരുവാൻ ആഗ്രഹിക്കുന്ന ഏവരുടെ മേലും ദൈവം തൻ്റെ കൃപകളും ശക്തിയും പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ മന്നയുടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.